കൂട്ടുകാരെ നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇന്ന് റിംഗ് നോട്ട് ഉപയോഗിച്ചുള്ള ഒരു ബോർഡർ ലൈൻ ഡിസൈനാണ് ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ട് ഷേപ്പുകൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ റിംഗ് നോട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ നടുവിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക, 2 വട്ടം ചുറ്റുക, അതേ ഹോളിൽ കൂടി താഴേക്ക് ഇറക്കുക. ശേഷം പുറത്തുള്ള ലൈനിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ ചെയ്യുക. ആങ്കർ ത്രെഡാണ് എടുക്കേണ്ടത്. ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക, 2 വട്ടം ചുറ്റുക, സെയിം ഹോളിൽ കൂടി താഴേക്ക് ഇറക്കുക. ഒരുപാട് ടൈറ്റായിട്ട് നൂല് ചുറ്റരുത് സൂചിയിൽ. ഇതാണ് റിംഗ് നോട്ട്. ഇതുപോലെ റൗണ്ട് മുഴുവൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ് റിംഗ് നോട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ഇവിടെയും സെയിം ബ്ലൂ കളർ റിംഗ് നോട്ടാണ് കൊടുക്കുന്നത്. ഇത് ആങ്കർ ത്രെഡാണ്. ഇനി നമ്മൾ ഈ യെല്ലോ ഫ്ലവറാണ് ഇവിടെ ചെയ്യുന്നത്. ആങ്കർ ത്രെഡാണ് എടുക്കേണ്ടത്. സൂചി കുറച്ച് വലുപ്പം കൂടിയ സൂചി എടുക്കണം, എങ്കിലേ ഈ നോട്ട്സിന് വലുപ്പം ഉണ്ടാവുള്ളൂ. ശേഷം ഇതുപോലെ കുറച്ച് ലൂസായിട്ട് ചുറ്റുക, വലിച്ചു മുറുക്കരുത്, അന്നേരം നോട്ട്സിന് വലുപ്പമില്ലാതായി പോവും.
വളരെ ഈസിയാണ് റിംഗ് നോട്ട് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ഫ്രഞ്ച് നോട്ട് ഫ്ലവറാണ്. ഇത് തീരെ വലിപ്പം കുറവാണ്, വലിച്ചു മുറുക്കി ചെയ്തതാണിത്. റിംഗ് നോട്ട് ഫ്ലവർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചാണ്. ഇത് ലേസി ഡേസി പെറ്റലാണ്. ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ബോർഡർ ഡിസൈനാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.